ഹായ് ഗേസ്, എല്ലാവർക്കും നമസ്കാരം. അബീസിൻ്റെ ചാനലിലേക്ക്. ഇന്നും കോൾഡ് പ്രോസസ്സിങ് സോപ്പ് തന്നെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് ഞാനൊരു 4 കിലോ വെളിച്ചെണ്ണയും 1 കിലോ കാസ്റ്റർ ഓയിലും എടുത്തിട്ടുണ്ട്. അതിലേക്ക് തലേദിവസം വെള്ളത്തിലിട്ട് ലയിപ്പിച്ച തണുപ്പിച്ച കാസ്റ്റിക് സോഡ ലായനി നമ്മൾ ചേർത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് നേരം നന്നായി നല്ല സ്പീഡിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് കാസ്റ്റിക് സോഡ ലായനി. ഇതൊരു 5 ലിറ്റർ വെളിച്ചെണ്ണ കാസ്റ്റർ ഓയിലും കൂടിയിട്ടുള്ളത്. ഞാൻ സ്റ്റോൺ പൗഡർ ഉപയോഗിക്കാറില്ല കേട്ടോ. സാധാരണ സ്റ്റോൺ പൗഡർ ഇങ്ങനെ പെട്ടെന്ന് സോപ്പ് അലുത്ത് പോകാനും പുളുപുളുന്നനാവാനും തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഓൾറെഡി കാസ്റ്റിക് സോഡയും വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, കാസ്റ്റർ ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്താണെങ്കിൽ നല്ല സോപ്പ് കിട്ടും. അപ്പോൾ അത് നമ്മൾ എന്താ ചേർത്തേക്കണമെങ്കിൽ കഷായമാണ് ചേർത്തേക്കണം. ഒരു 50 സോപ്പ് ഓർഡറുള്ളതാണ്. അപ്പോൾ കഷായം ചേർത്തിട്ട് കഷായത്തിലേക്കാണ് കളർ ചേർത്തേക്കണത്. അതായത് കഷായം മാറ്റിയിട്ട് അതിലേക്ക് കളർ ചേർത്തേക്കാണ്. അപ്പോൾ ഓയിൽ കണ്ടൻ്റ് ആണെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കണം. വാട്ടർ കണ്ടൻ്റ് ആണെങ്കിൽ കഷായത്തിലേക്ക്, ഏതാണ് ജ്യൂസെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അത് ഫൈനൽ സ്റ്റേജ് നമ്മൾ ഒഴിച്ച് നല്ല രീതിയിൽ വടിച്ചെടുത്തതിൻ്റെ ഫൈനൽ സ്റ്റേജാണിത്. അപ്പോൾ നമ്മൾ സോപ്പ് കേടുവരാതിരിക്കാൻ കഷായം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഫിനോക്സി എത്തനോൾ ചേർക്കാം. പക്ഷേ സോപ്പ് വരാതിരിക്കാൻ, സോപ്പ് ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനോക്സി അല്ല ചേർക്കേണ്ടത്, അത് ടിനോഗാർഡാണ് ചേർക്കേണ്ടത്. അപ്പോൾ സോപ്പ് നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടും. ഇത് ഞാനിങ്ങനെ ഒരു സ്റ്റൈലൻ സ്റ്റീൽ വെച്ചിട്ടാണ് കേട്ടോ ഒരു മോൾഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെട്ടും ബോൾട്ടൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇങ്ങനെ 55 സോപ്പ് ഇതിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വീഡിയോസ്, അതായത് കൃത്യമായ അളവുകളൊക്കെ ഞാൻ ഇടാൻ എനിക്കിന്ന് വീഡിയോ പിടിക്കാൻ ഉള്ള ഒരു സച്ചിയാണ് കുറച്ച് നേരം എന്നെ സഹായിച്ചത്. പുള്ളി പോയതിൻ്റെ ശേഷം ഉള്ള ഒരു സാഹസികമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് എല്ലാ ഭാഗവും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, താങ്ക് യു.